ഹലോ എവറി വൺ. മണവാളൻ. എന്താണ് മണവാളൻ നീ കാണിച്ചു കൂട്ടുന്നത്? നീ കാരണം കേരളത്തിൽ എത്ര ചെറുപ്പക്കാരുടെ ലൈഫാണ് ഇല്ലാതാകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മണവാളൻ്റെ കല്യാണത്തിന് മണവാളൻ നടത്തിയ കുറച്ച് വൃത്തികേടാണ്. ഓക്കെ, അതായത് ഒരൊറ്റ വൃത്തികേട് ഞാൻ പേരെടുത്ത് പറയുകയാണ്, കാറടക്കം കത്തിക്കുകയാണ്. എന്താണ് മണവാള? ആദ്യമായിട്ടാണോ കേരളത്തിൽ ഒരാൾക്കൊരു പെണ്ണ് കിട്ടുന്നത്? ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. മണവാളന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും, ഓക്കെ, എന്നാൽ മണവാളന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അത് 100% തലക്കാണ്. ഓക്കെ, മെൻ്റലി നല്ലൊരു പ്രശ്നം മണവാളന് ഉണ്ട് എന്ന് ഞാൻ പറയാം. അത് എന്തുകൊണ്ടെന്ന് വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയാം. ഓക്കെ, കൃത്യമായി തെളിവൊക്കെ വെച്ച് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. മണവാളൻ്റെ കല്യാണത്തിന് അവർ നടത്തിയ ചില നെറികേട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഡ്രസ് ഒന്ന് പിന്നൂത്തി കൊടുക്കച്ച് ആദ്യം. അല്ല, ഇതാര് കുഞ്ഞൻ പാണ്ടിക്കാടാ? ഇങ്ങനെ സംഭവിക്കും. അതായത് മണവാളൻ പോലെയുള്ള തെമ്മാടികളുടെ കല്യാണത്തിന് തട്ടിപ്പുകാർ തന്നെ വരും. ആദ്യം എത്തിയത് കുഞ്ഞൻ പാണ്ടിക്കാടെന്ന് തോന്നുന്നു. ആരാണ് കുഞ്ഞൻ പാണ്ടിക്കാട്? ലോക മലയാളികളെ ചതിച്ച കുഞ്ഞൻ പാണ്ടിക്കാടിനാണ് ആദ്യം മണവാളൻ വിളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. ഡ്രസ് ഒന്ന് പിന്നൂത്തി കൊടുക്കച്ച് ആദ്യം. എന്റേതേ കുത്തിയോ? പോര് വെറുതെ കുത്തിയോ? അല്ല, ഏതായാലും ഇപ്പൊ ഞാൻ പറഞ്ഞ ഫുള്ളും പുട്ടിട്ടിക്കാണ്. ഫുള്ള് പുട്ടി. അതെ, ആണ്ടിന് കൊല്ലത്തിൽ ഒരു വട്ടം ഉണ്ടാവുള്ളൂ. അല്ല ഇങ്ങനെ പരിപാടി അപ്പൊ അങ്ങോട്ട് വിടുക. പുട്ടിട്ടല്ലേ, പുട്ടിട്ടാണ്ട് ഇങ്ങനെ നടന്നു വെച്ചില്ല നേരം. നോക്കൂ, കല്യാണം ഒരു രക്ഷയുമില്ല. അവിടെ കുഞ്ഞൻ പാണ്ടിക്കാട് ആദ്യം എത്തി കണ്ട പെണ്ണുങ്ങളൊക്കെ നോക്കി കണ്ട പെണ്ണുങ്ങളോട് ഇത് ശരിയാക്കാൻ പറയുന്നുണ്ട്. അതായത് കുഞ്ഞൻ പാണ്ടിക്കാടിന് ആരും മൈൻഡ് ചെയ്യുന്നില്ല. കുഞ്ഞൻ പാണ്ടിക്കാട് തന്നെ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കുകയാണ്. ഓക്കെ, നല്ല കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ മണവാളനോട് എനിക്ക് വെറുപ്പ് ഒന്നും കൂടി കൂടിയത് കുഞ്ഞൻ പാണ്ടിക്കാടിനെ കല്യാണത്തിന് വിളിച്ചതാണ്. ഓക്കെ, ലോക തട്ടിപ്പാണ്. ഇവനൊക്കെ എന്തിനാണ് കല്യാണം വിളിക്കുന്നത്? ഇവനൊക്കെ ആരും കല്യാണം വിളിക്കാനേ പറ്റൂല. കാരണം അത്രമാത്രം ആളുകളല്ലേ കുഞ്ഞൻ പാണ്ടിക്കാട് ചതിച്ചത്. ഇതെന്താണ് ഭയ? ഇപ്പം എന്താണ് കൊടുത്തത്? എൻഗേജ്മെൻറ്റിന് എന്തോ വലിയൊരു സാധനം കൊടുത്തില്ല. ഇതെന്താണ്? ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? ഇതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്, സോറി ഞാൻ ഇടയ്ക്ക് നിയമം എന്ന് പറഞ്ഞത്. എന്തൊക്കെ കോപ്രായമാണ് ഈ മണവാളന് കാണിക്കുന്നത്. ഓക്കെ, ബാക്കി കൂടി കണ്ടു നോക്കാം. ഇതൊന്നും എംബേരി കണ്ട് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എടാ, ഈ വാഹനം കത്തുവോ? കണ്ടല്ലോ നിങ്ങൾ, കുറേ ആൾക്കാർ ചിലപ്പോൾ കമൻ്റ് ഇടും, ആ കാറ് അങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല എന്ന്. എൻ്റെ പൊന്നു കമൻ്റ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യനായി നിർമ്മിച്ച ഒരു സാധനമല്ലേ ഈ സാധനം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം സംഭവിച്ച് ആ കാറെങ്ങാനും കത്തിക്കഴിഞ്ഞാൽ അവിടെ എത്ര മരണം സംഭവിക്കും? പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര മരണം സംഭവിക്കും? ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണ്ടേ? 100-ൽ 1-2 സംഭവിക്കുന്നതാണ്. അതെങ്ങാനും ആ ഒന്ന് മണവാളൻ്റെ വീട്ടിൽ നടന്നെങ്കിൽ മണവാളൻ്റെ കല്യാണം എന്താവും? മണവാളൻ തന്നെ ഉണ്ടാവോ? എന്തൊന്നാണ് മണവാളൻ നീ ചെയ്യുന്നത്? ഇതൊക്കെ വൃത്തികേടാണ്. എത്ര ആൾക്കാർക്ക് കല്യാണം കഴിയുന്നുണ്ട്. അതായത് മണവാളൻ എന്ന് പറയുന്നത് ഒരു മെൻ്റലിയായി ഫേമസ് ആയ ഒരാളാണ്. എല്ലാവരും അതായത് നല്ലൊരിതൊന്നും റെസ്പെക്റ്റ് കൊടുക്കൂല. അവന് ഒരു 2 നമ്പർ 9 എന്നൊക്കെ നമ്മൾ വിളിക്കില്ല, ആ നമ്പറിലാണ് ഇവനെ കാണുന്നത്. ഞാൻ ഇവനെ കളിയാക്കുന്നതല്ല, ഇവൻ്റെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററൊക്കെ അങ്ങനെയാണ്, നമ്മളൊക്കെ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇവനൊക്കെ ഇത്രയും തരംതാണോ? ഇങ്ങനെയൊക്കെയാണോ കല്യാണം സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന വഴി അറിയില്ല. ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല.
അത് തലക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ ഓക്കെ, ബാക്കിയും കൂടി കണ്ടു നോക്കാം. അങ്ങനെ പറയല്ലേ നിങ്ങൾ എന്തില്ലാത്ത നടക്കില്ല. നിങ്ങള് പരിപാടി കഴിഞ്ഞിട്ട് മുട്ടായി ആണോ? ഞാൻ പോവാടി. കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയത് പോലെ ഹോ മണവാളൻ്റെ മുഖത്തൊരു സങ്കടം. അതായത് തട്ടിപ്പ് പറയുകയാണ്, ഞാൻ പോയിക്കൊള്ളട്ടെ. മണവാളൻ പറയുകയാണ്, വേണ്ട തട്ടിപ്പേ, നീ പോവേണ്ട തട്ടിപ്പേ, നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ഉല്ലാസമുണ്ടെന്ന്. പോകുന്നെങ്കിൽ പോട്ടെടാ, അവനൊക്കെ വിളിച്ച നീയാണ് ഒരു മണ്ടനൊക്കെ. ഇവനൊക്കെ വിളിക്കോ പാണ്ടിക്കാട് കുഞ്ഞനൊക്കെ, കല്യാണമൊക്കെ ആരെങ്കിലും വിളിക്കോ? എന്താണല്ലേ ലോകം തട്ടിപ്പ്. അതായത് പാവപ്പെട്ട ജനങ്ങളെ അരച്ച് കുടിച്ചവനാണ് പാണ്ടിക്കാട് കുഞ്ഞന്. അവനോട് പറയുകയാണ്, നീ നിൽക്ക്, നീ ഇല്ലെങ്കിൽ എൻ്റെ കല്യാണം നല്ല രീതിയിൽ പോകില്ലെന്ന് പറയുകയാണ് ഈ മണവാളൻ. ഓക്കെ, അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ആവേശം സിനിമയിൽ ഫഹദ് ചെയ്ത ചില രംഗങ്ങൾ ഇവിടെ മണവാളൻ ചെയ്യുകയാണ്. അതിനുശേഷം അതിന് ചുട്ട മറുപടി ഞാൻ കൊടുക്കാം. ഓക്കെ, നോക്കൂ, ഇത് മണവാളൻ ചെയ്താൽ വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, കാരണം ഫഹദ് സിനിമയിൽ ചെയ്യുന്നതാണ്. നമ്മളെപ്പോലുള്ള നോർമൽ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ പ്രശ്നമില്ല. മണവാളൻ്റെ കയ്യിൽ ആ കത്തി, അത് പ്ലാസ്റ്റിക്കിൻ്റെ കത്തിയോ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്ത് കത്തിയാണെങ്കിലും മണവാളനെ പോലുള്ളവർ അതിങ്ങനെ ചെയ്യുന്നത് വലിയ തെറ്റാണ്. ആർക്കെങ്കിലും കുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? അതായത് തലക്ക് സുഖമില്ലാത്ത ആളാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. തലക്ക് ഇത്തിരിയെങ്കിലും ബുദ്ധിയുള്ള ആരെങ്കിലും കോളേജ് പിള്ളേരെ കുത്താൻ പോവോ? കോളേജ് പിള്ളേർ നടന്നു പോകുമ്പോൾ കാറ് കുത്തി കൊല്ലാൻ ആരെങ്കിലും നോക്കോ? അതായത് മണവാളൻ്റെ എല്ലാ കോണ്ടൻറ്റും നിങ്ങൾ, അതായത് പ്രാങ്കാണ് ഇവൻ കൂടുതൽ ഇടുന്നത്, അതിനെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇവൻ എങ്ങനെയാണ്, ഇവൻ്റെ തലക്ക് സുഖമില്ല, അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതിന് ഏതൊരു ഡോക്ടറിൻ്റെ റിസൾട്ടൊന്നും വേണ്ട. ഓക്കെ, അതായത് നമുക്ക് പേഴ്സണലി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ചെറിയൊരു ന്യൂസിൻ്റെ ക്ലിപ്പും കൂടി വെച്ച് തരാം, മുമ്പ് ഇവന് കേസായത്, അതും കൂടി നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. ഓക്കെ, കോളേജ് വിദ്യാർത്ഥികളെ കാർ ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ. 10 മാസമായി ഒളിവിലായിരുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കുടകിൽ നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരിഹാസത്തോടെ ഇയാൾ പറഞ്ഞത്. ജില്ലാ ജയിലിൽ പ്രവേശിക്കും മുൻപ് റീൽസ് എടുത്തും മണവാളനും സംഘവും ആഘോഷിച്ചു. 10 മാസത്തെ ഒളിവ് ജീവിതം, പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. ഒടുവിൽ യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ അഴിക്കുള്ളിൽ. കഴിഞ്ഞ ഏപ്രിൽ 19-ന്, അതായത് പൂര ദിവസം രാത്രി. കണ്ടല്ലോ നിങ്ങൾ, ഇത്തരത്തിൽ മാനസിക രോഗികളാണ് മറ്റേ ഫഹദ് ചെയ്യുന്ന പോലെ ചെയ്യുന്നത്. നമ്മളെപ്പോലെ ആരെങ്കിലും ചെയ്താൽ പ്രശ്നമില്ല, മണവാളനെ പോലുള്ളവർ ചെയ്താൽ പ്രശ്നമാണ്. തലക്ക് സുഖമില്ല എന്നാണ് ഞാൻ പേഴ്സണലി ചിന്തിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇല്ല ഞാൻ എവിടെയും പറയുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് ഇവൻ്റെ ഒരു ഫുൾ ക്യാരക്ടർ കാണുമ്പോൾ. സത്യമാണ് ഞാൻ പറയുന്നത്. അതായത് നോർമലുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ വൃത്തികേട് ചെയ്യുമോ? ഒരൊറ്റ വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കാണുക. അതായത് എൻഗേജ്മെൻറ്റിന് മണവാളം കൊടുത്ത വലിയൊരു ചോക്ലേറ്റ്, ബുദ്ധിയുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഓക്കെ, നിങ്ങൾ കണ്ടു നോക്കൂ. ചരിത്രത്തിൽ ആദ്യമായി മുട്ടായി കൊടുക്കൽ ചടങ്ങ് ഒരു ക്രെയിനില് ക്യാമ്പസ് ഒക്കെ ഇട്ട് നമ്മള് സ്റ്റേജിലേക്ക് പോകാൻ പോകണില്ല. കൊടുക്കേണ്ട ആളൊക്കെ അപ്പുറത്ത് കാണാനില്ല, അത്രയും വലിയ മുട്ടായിയാണിത്. കണ്ടല്ലോ നിങ്ങൾ, ഇവൻ വിചാരിച്ചത് ഇങ്ങനെ ചെയ്താൽ ഞാൻ വലിയൊരു സംഭവമാണെന്ന്. നാണോ മാനവും ഇല്ലാത്തവൻ. അതായത് പൊന്നാളിയാ, നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പാവങ്ങൾ, നിൻ്റെ വീട് എവിടെയാണെന്ന് എനിക്കറിയില്ല, നിൻ്റെ വീട്ടിൽ നിന്നൊരു 50 കിലോമീറ്റർ നീ കാറിലൂടെ യാത്ര ചെയ്യും, റോഡ് സൈഡിലൂടെ. അപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവും. റോഡ് സൈഡിൽ ഒരു നേരത്തേക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്ത, മഴ വരുമ്പോൾ നനയുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഓക്കെ, അവർക്ക് നിനക്ക് എന്തെങ്കിലും കൊടുത്തുകൂടി? നിൻ്റെ കയ്യിൽ ഇത്ര പൂത്ത പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കളയണോ മണവാള? അതാണ് ഞാൻ പറഞ്ഞത്, നിൻ്റെ തലക്ക് സുഖമില്ല, നിൻ്റെ തലക്ക് ഇത്തിരി സുഖമുണ്ടെങ്കിൽ ഈ എല്ലാവരും, വിരാട് കോഹ്ലി അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വലിയ ആൾക്കാരൊക്കെ കല്യാണം കഴിക്കുന്നുണ്ട്.
ഇത്ര മാന്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്. നിൻ്റെ കല്യാണത്തിന് മാത്രം എന്താണ് മണവാള ഇങ്ങനെയൊക്കെ? അതായത് ഞാനെന്തോ എൻ്റെ വായിൽ വന്നുള്ളതും വരും, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പൊന്നു മണവാള, പൈസ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെയല്ല ചിലവാക്കേണ്ടത്. കുറച്ചൊക്കെ പാവങ്ങൾക്കൊക്കെ കൊടുക്കുക. ഒന്ന് വൃത്തിയായി. മണവാളനോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, അതായത് കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഒന്ന് കുളിക്കണം. ഓക്കെ, നിന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവൻ്റെ ഒരു കോലം കാണുമ്പോൾ പോലീസ് ഇവൻ്റെ മുടിയങ്ങ് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവൻ്റെ ഒരു അവസ്ഥ എന്താണ്? ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് പോലീസിന്, ഇവൻ്റെ മുടി കട്ടാക്കിയ പോലീസിനൊക്കെ. അപ്പോൾ ഏതായാലും മണവാളനെ കണ്ട് ആരും ഇത്തരത്തിൽ വൃത്തികെട്ട കല്യാണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.